ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് കുറച്ച് മുറ്റത്തുള്ള കുറച്ച് കൃഷികൾ നോക്കിയാലോ. ആദ്യം തന്നെ വരുന്നത് നമ്മളെ ഇതാണ് കേട്ടോ, മത്തന്. പിന്നെ തന്നെ 2 കുട്ടി കരിവേപ്പില. നേരത്തെ കാണിച്ച കടക്കളപ്പാക കേട്ടോ, ഇപ്പോൾ കാണുന്നത് ബാക്ക് ഭാഗമാണ്. ബാക്ക് ഭാഗം കോഴിക്കോടിൻ്റെ അടുത്ത് തന്നെയാണ്. കയ്പ അതാക്കിട്ട് തൂങ്ങി കിടക്കണേ. അത് മാത്രമല്ല അടുത്ത് തന്നെ, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു കർമ്മൂസ മരവും ഒരു വാഴയും ഉണ്ട് കേട്ടോ. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ തുളസിയുണ്ട്. തുളസിയും പിന്നെ ഉള്ളത് 4 വാഴയാണ്. ഇതൊക്കെ കോഴിക്കോടിൻ്റെ ബാക്കിലാട്ടോ, വീടിൻ്റെ ബാക്കിൽ കോഴിക്കോടിൻ്റെ അടുത്താണ്. പിന്നെ കുറേ ചെടികളൊക്കെ വേറെ ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ കൂട്ടിക്കെട്ടിയിട്ട് കുറേ പേരൊന്നും എനിക്കറിയാം. നമ്മൾ പ്രധാനപ്പെട്ട ചെടികൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഉള്ളത് എൻ്റെ മേമയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട റോസ് കേട്ടോ. മേമ കഷ്ടപ്പെട്ട് കുഴിച്ചിട്ടാണ്. പിന്നെ ഞാൻ ഇവിടെ തുളസിപ്പാറ കെട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തുളസി ഉണ്ടാക്കിനെ. എവിടെ കെട്ടാൻ പോണേ? ഇവിടെ നടുവിലിട്ട് കെട്ടാൻ പോകണം. അതിന് വേണ്ടിയിട്ടുള്ള തുളസിന്ന്. പിന്നെ വേറെ കുറേ ചെടികളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേരൊന്നും ഒക്കെ അറിയില്ല കേട്ടോ. പിന്നെ ഇതുള്ളത് സ്ട്രോബെറി കേട്ടോ, സ്ട്രോബെറി. പിന്നെ വേറെ എന്തൊക്കെ ചെടി ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ബാക്കിയുള്ള ചെടിയാണ്. പിന്നെ ഇതിൻ്റെ സൈഡിൽ നേരെ തന്നെയായിട്ട് കുറേ കൊന്ന പൂത്തിട്ടുണ്ട്. വിഷുവിൻ്റെ മുന്നേ പൂത്തിട്ട് വിഷുവിന് ഉണ്ടാവില്ല കേട്ടോ. കണിയൊക്കെ അങ്ങനെ അവിടെ സ്ഥിരം ഉണ്ടാവും. പിന്നെ അവിടെ എന്തൊക്കെയൊക്കെ ചെടികളുണ്ട് കേട്ടോ. പിന്നെ അതാണ് ചെറിയ റോസ്. പിന്നെ ഇത് വേറെന്തോ ചെടിയാണ്. പിന്നെ പച്ചമുളക്. ഇത് വേറെന്തോ വിത്താണ്. ഇത് ചീര കേട്ടോ. ഇതൊക്കെയാണ് ഗൈസ്. പിന്നെ താഴത്തുള്ള കൃഷികൾ. പിന്നെ മേലെ ആയിട്ടുള്ളത്. മേലുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതാണ്. മേലെ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്.